നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വാക്പോര് തുടങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതായത് ശിവൻകുട്ടി വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി നേമത്ത് പോയി മത്സരിക്കണം എന്നുള്ളത്. അങ്ങനെ മത്സരിച്ച് അവിടെ BJP-യെ തോൽപ്പിക്കാൻ വി ഡി സതീശന് സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചു വെക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അവിടെ മത്സരിച്ച് BJP-യെ തോൽപ്പിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ പറയുന്നത് പോലെ വി ഡി സതീശൻ വന്ന് മത്സരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണോ ഈ ഒരു വെല്ലുവിളിയുടെ പിന്നിലുള്ളത്? പിന്നെ ഭയങ്കര അഭ്യർത്ഥന നടത്തുന്ന ആളാണല്ലോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമാൻ ശിവൻകുട്ടി അദ്ദേഹം തമ്പുരാൻ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നേമത്ത് സ്വാഭാവികമായും UDF-ന് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ നേമത്ത് എന്തെങ്കിലും UDF-ന് ചെയ്യാൻ സാധിക്കും. പക്ഷേ നേമത്ത് എപ്പോഴും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നത് CPM-ഉം BJP-യും തമ്മിലാണ്. അപ്പോൾ അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണെന്ന് ആദ്യമേ തന്നെ പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ശിവൻകുട്ടി ഇനി ജയിച്ചു വരരുത് എന്ന ചിന്ത ഉള്ളതുകൊണ്ടാണോ CPM-എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും. അപ്പോൾ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന ആളാണ്. ഇനി മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിപക്ഷാംഗങ്ങൾ ചാടിയടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കവചം തീർക്കാൻ വിറയാർന്ന കൈകളുമായി കണ്ണ് ചുമക്കണ്, മീശ വിരിക്കണ്, പഴയ കുട്ടമ്പുള്ള പോലീസിനെ പോലെ ഇറങ്ങി വരുന്ന നേതാവാണ് വി ശിവൻകുട്ടി. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ആളുകൾ പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ വരികളൊക്കെ മാറ്റി മനോഹരമായി പാട്ട് പാടാൻ അറിയാവുന്ന ആളാണ് വി ശിവൻകുട്ടി. അപ്പോൾ വി ശിവൻകുട്ടി നിയമസഭയിൽ ഒരു പരാമർശം നടത്തുന്നു. ശബരിമല കൊള്ളക്കേസിൽ സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം, സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന തരത്തിലൊരു പ്രസംഗം നടത്തുന്നു. അതിനെ തുടർന്ന് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ വി ഡി സതീശൻ ഏടോ പോടോ ഭാഷകളൊക്കെ ഉപയോഗിച്ചു. വി ഡി സതീശൻ ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്ത അത്രയും തരത്തിൽ വളരെ രൂക്ഷമായി ശിവൻകുട്ടിയെ വിമർശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. നിയമസഭയിൽ ഇത് ചർച്ചയാകുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ മാതൃതുല്യായ 80 വയസ്സുള്ള സോണിയാഗാന്ധിയെക്കുറിച്ച് ഇത്തരം അപരാധം പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പിന്നീട് രാഷ്ട്രീയ മര്യാദ കാട്ടുന്നു വി ഡി സതീശൻ പറയുന്നത് ഞാൻ ഉപയോഗിച്ച പദങ്ങളിൽ ഖേദമുണ്ട്, സോണിയാഗാന്ധിയെ പറ്റി ശിവൻകുട്ടി നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചാൽ എൻ്റെ പരാമർശങ്ങളും പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. മാന്യമായൊരു ഡീൽ വെക്കുന്നു. അതിനുശേഷമാണ് ശിവൻകുട്ടിയുടെ സൈബർ ഹാൻഡുകൾ ഉയരുന്നു. നന്നായ രീതിയിൽ പണിയെടുക്കുന്ന PR ടീം നല്ല കമൻറ്റുകളുമൊക്കെയായി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് ശിവൻകുട്ടിയെ വി ഡി സതീശനെ പറവൂരിലേക്ക് വെല്ലുവിളിക്കുന്നത്. വി ഡി സതീശനെ പറവൂരിലേക്ക് വെല്ലുവിളിക്കുന്ന നേമത്തേക്ക് വെല്ലുവിളിക്കുന്നത്. പറവൂരിൽ നിന്ന് നേമത്ത് വന്ന് മത്സരിച്ച് BJP-യെ തോൽപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പം BJP ആണോ അവിടെ ജയിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടായേക്കാം. ഇനി തിരിച്ച് ഈ പറയപ്പെടുന്ന കോൺഗ്രസിലെ ആരെങ്കിലും ശിവൻകുട്ടിയുടെ കൺകണ്ട ദൈവവും CPM എന്ന പാർട്ടി ഉണ്ടാക്കിയവനും CPM പാർട്ടിയുടെ ഏക നേതാവുമായ പിണറായി വിജയനോട് പറവൂരിൽ വന്ന് മത്സരിക്കാൻ വെല്ലുവിളിച്ചാൽ പിണറായി വിജയൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. ഇനി ശിവൻകുട്ടി വെല്ലുവിളിച്ചതാണല്ലോ. ഇപ്പോൾ എന്തായാലും നേമത്ത് മത്സരിക്കാൻ CPM-ന് ഒരുപാട് സ്ഥാനാർത്ഥികളെ കിട്ടും. CPI-യുടെ സീറ്റാണ് പറവൂർ. അപ്പോൾ CPI-യുമായിട്ട് ധാരണ ഉണ്ടാക്കണം. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ്. പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കുക എന്നതാണ് CPM-ന്റെ പ്രഖ്യാപിത നയം എന്ന് പലപ്പോഴും നികേഷ് കുമാറിൻ്റെ ഇടപെടലുകളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സീറ്റ് CPI-ക്ക് ആ സീറ്റ് CPM-മായി വെച്ചു മാറി പകരം നേമം സീറ്റ് തന്നെ CPI-ക്ക് കൊടുത്തിട്ട് ശിവൻകുട്ടി ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പറവൂരിൽ പോയി മത്സരിക്കണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. ശിവൻകുട്ടി പറവൂരിൽ മത്സരിക്കണം. വി ഡി സതീശൻ എതിര് സ്ഥാനാർത്ഥിയായി വരട്ടെ. BJP-യും ശക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തണം. BJP-ക്ക് ആവശ്യമാണല്ലോ വി ഡി സതീശനെ തോൽപ്പിക്കാൻ. ത്രികോണ മത്സരം ഉണ്ടാവട്ടെ പറവൂരിൽ. എന്നിട്ട് സതീശനെ തോൽപ്പിക്കണം. തൻ്റെ വാളത്തിലേക്ക് കടന്നു വരാൻ വെല്ലുവിളിച്ച പാത്രം കയറി വരുന്നവനെ തിന്നാൻ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പുലിയെ കൊല്ലണമെങ്കിൽ പുലിയുടെ മടയിലേക്ക് കയറി ചെല്ലണമെന്ന് പുലിമുരുകൻ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ അല്ലല്ലോ ഗോപകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? പുലിയെ കൊല്ലണമെങ്കിൽ അതിൻ്റെ മടയിൽ ചെന്ന് കൊല്ലണം. ഇര തേടി വന്ന പുലി കെണി തേടി വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വി ഡി സതീശൻ ഇര തേടി നടക്കുന്ന പുലി തന്നെയാണ്, ഒരു സംശയമില്ല. വി ഡി സതീശൻ ഇരയാകാൻ ഉള്ളത് ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാരാണ്. ഭരണം പിടിക്കുക എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ഫുഡ്. വി ഡി സതീശൻ തേടുന്ന ഫുഡ് എന്ന് പറയുന്നത് ഭരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുലിയെ മടയിൽ പോയി കൊല്ലാൻ ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ ഇടതുപക്ഷത്ത് ആർജവമുള്ള, കരുത്തുള്ള, ആദർശധീരനായ, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, പെരുമാറാൻ അറിയാവുന്ന, ചെന്നു നിന്ന ഇടങ്ങളിലൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ രണ്ട് കണ്ണുകളും തന്നിലേക്ക് ആകർഷിക്കാൻ അത്രത്തോളം ത്രാണിയുള്ള, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനെ പോലെ എഴുന്നു നിന്ന് കരുത്തോടെ
മുന്നേറാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന അരിയുടെ വെള്ളം ഊറ്റിക്കളഞ്ഞതിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ടിച്ചിരി വെജിറ്റബിൾ അരിഞ്ഞിട്ട് വെജിറ്റബിൾ ബിരിയാണി ആക്കി കൊടുക്കാൻ സർക്കുലർ ഇറക്കിയ, അങ്ങനെയല്ല സർക്കുലറെങ്കിൽ പോലും അതാണ് അവർ ഉദ്ദേശിച്ചത്, കുട്ടികളെയും ടീച്ചർമാരെയും ഒരുപോലെ സൂംബ ഡാൻസ് കളിപ്പിച്ച ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം പറവൂരിൽ സ്ഥാനാർത്ഥിയായി വരണം. പറവൂരിൽ ശിവൻകുട്ടി സ്ഥാനാർത്ഥിയായി വന്നാൽ പറവൂരിലെ ജനത ഇരു കൈ നീട്ടി സ്വീകരിക്കും. അവർക്ക് വി.ഡി. സതീശൻ മറ്റേ പുനർജനി പദ്ധതിയിലൂടെ കുറേ വീടുകളൊക്കെ വെച്ച് കൊടുത്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവർക്ക് തയ്യൽ മെഷീനുകളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടുത്തെ നഷ്ടം വന്ന കച്ചവടക്കാർക്ക് പണം കൊടുത്ത് ഉപദ്രവിച്ചിട്ടുണ്ട്. വൃത്തികെട്ട കുറേ വീടുകൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് പാവങ്ങൾക്ക് കൊടുക്കുക. എന്തൊരു മനുഷ്യനാണല്ലോ ഇയാൾ. ഒരു രാഷ്ട്രീയ കേരളത്തിന് പറ്റുന്ന പരിപാടിയാണോ ഇത്? അതായത് സർക്കാർ മറ്റേ പാവയ്ക്ക കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്ന പിണറായി വിജയനെ പോലെ ഈ കേരളത്തെ ഇങ്ങനെ പ്രളയത്തിൽ നിന്നും കോവിഡിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന പിണറായി വിജയൻ സഖാവ് ചെയ്യുന്നതിൻ്റെ കണ്ടിട്ടായിരിക്കും ഇയാൾ നാട്ടിലൊക്കെ നടന്ന് ഒരു സംഘടന ഉണ്ടാക്കുന്നു, കുറേ കച്ചവടക്കാരെയും വ്യവസായികളെയൊക്കെ കാണുന്നു, എന്നിട്ട് പറയുന്നു ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറയുന്നു. കുറേ ക്ലബ്ബുകാരും ഇവരൊക്കെ വീടുകൾ വെച്ച് കൊടുക്കും. അന്ന് ഇയാൾ പ്രതിപക്ഷ നേതാവൊന്നുമല്ല, ഒരു MLA മുഖ്യമന്ത്രിക്ക് മേളിൽ ചെയ്യാൻ കൊള്ളാമോ? പറവൂരിലെ ജനത ഇങ്ങനെ അസൂയപ്പെട്ടിരിക്കുവോ എപ്പോഴെങ്കിലും ഇയാളെ ഒന്ന് തോപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് കയറി കൊടുക്കുക. ശിവൻകുട്ടിയുടെ കളസം കയറി വിടും പറവൂരുകാർ. ആ അവസ്ഥയാണ് അവിടെ നിലവിലുള്ളത്. ഇതിന്റെ പൊന്ന് ഈ ശിവൻകുട്ടിയാണ് ഇതിന് മറുപടി പറഞ്ഞു എങ്ങനെ കാണാൻ പറഞ്ഞാൽ പറയാം CPIയുടെ സീറ്റല്ലേ, എനിക്ക് മത്സരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പോയനെയായിരുന്നു എന്ന് ഉറപ്പായിട്ടും പറയാം. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നത് വെച്ച് മാറണം. CPI സുനിൽകുമാറിനെ ഇവിടെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നു. വലിയ ആനയെ പോലെയാണ് സുനിൽകുമാറിനെ എഴുന്നള്ളിക്കുന്നത്. സുനിൽകുമാറിനെ കൊണ്ടുവന്ന് തൃശ്ശൂർ തോപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറവൂരിന്റെ മണ്ണിൽ BJP പറയുന്നതെന്നറിയോ, BJPയുടെ ഒരു അപ്രഖ്യാപിത നയമുണ്ട്. ഇടയ്ക്ക് വെച്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തൊരു നയമാണ്. പറവൂരിൽ BJP സ്ഥാനാർത്ഥി നിർത്തില്ല. പറവൂരിൽ BJP സ്ഥാനാർത്ഥി നിർത്തത്തില്ല. NDK സ്ഥാനാർത്ഥിയില്ല. എന്തിനാണെന്ന് ചോദിച്ചാൽ V.D. സതീശനെ തോൽപ്പിക്കണം. മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി നിർത്തില്ല. മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കണം. മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കണം. അപ്രഖ്യാപിതമാണ്. ഉള്ളിലെ പിരിപ്പ് വേറെയാ. ധർമ്മടത്തും BJP സ്ഥാനാർത്ഥി നിർത്തത്തില്ല. എന്തിനാ 2-3-7 വോട്ട് മേടിക്കാനാ? കെട്ടിവെച്ച കാശ് പോലും കിട്ടത്തില്ല. അവിടെ പിണറായി വിജയനെ തോൽപ്പിക്കണം. H. സലാമിനെ തോൽപ്പിക്കണം. K. മുരളീധരനെ തോൽപ്പിക്കണം. അവർക്ക് ഇഷ്ടമില്ലാത്തവരെല്ലാം തോൽപ്പിക്കണം. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തില്ല. എന്നിട്ട് ഇവന്മാർ പോയിട്ട് അവിടുത്തെ BJP-കാരോട് എന്താ പറയും? CPM വോട്ട് കുത്താൻ പറയുമോ? കോൺഗ്രസിന് വോട്ട് കുത്താൻ പറയുമോ? ആർക്ക് വോട്ട് കുത്താൻ പറയും? കാർക്ക് വെച്ച് തുപ്പോ അങ്ങനെ ഒരു തീരുമാനം BJP എടുത്തിട്ട് വന്നാൽ. അതുപോലെയാണ്. പറ്റുമെങ്കിൽ എന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ തോൽപ്പിക്കുക? നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളൊക്കെ എവിടെ നിന്നാലും കോടിക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അത്ര നല്ല ഭരണമാണല്ലോ. നിങ്ങൾ ഒന്നെങ്കിൽ പിണറായി വിജയനെയോ അല്ലെങ്കിൽ രണ്ടാമൻ KN ബാലഗോപാലിനെയോ അതുമല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എന്തിനാ സുനിൽകുമാർ, എന്തിനാ നിങ്ങളുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി CPI സീറ്റെങ്കിൽ P. പ്രസാദിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ മത്സരിപ്പിക്കുന്നേ. ശിവൻകുട്ടി അദ്ദേഹം നേമത്ത് അവിടെ സ്ഥാനാർത്ഥികളുണ്ട് തിരുവനന്തപുരത്തുള്ള, അവർ അവിടെ മത്സരിച്ചോളൂ. ചുമ്മാ വിടുവായിത്തരം ആളെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വിടുവായിത്തരം പറയും. എന്നിട്ട് PR ടീമിൽ എന്നിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഇത് മാസാക്കി കാണിക്കും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. വിട്ട് കളയണം പിള്ളേച്ചാ, വിട്ട് കളയണം.